ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. അതിനകത്ത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഫുൾ ഡിസിഷൻ ഇസ്രായേലിൽ വിട്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു കൊച്ചുകുട്ടികളുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഫുൾ ഡിസിഷൻസ് ഞാൻ ഇസ്രായേലിലെ നെതന്യാഹുവിന് വിട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, അയാൾക്ക് ഈ ട്രൂസുമായിട്ട് ഈ സീസ് ഫയർ ഡീലുമായിട്ട് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ നിർത്തിയിട്ട് ഗാസയ്ക്കുള്ളിൽ തിരിച്ച് റീ എൻട്രി ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പുള്ളിയാണ്. പുള്ളി ഏത് തീരുമാനം എടുത്താലും ഞാൻ നിരുപാധികം കൂടെ നിൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഗാസ ഏറ്റെടുക്കൽ പ്ലാനിനെ കുറിച്ച് അടുത്ത ചോദ്യം വീണ്ടും പോയായിരുന്നു. അപ്പൊ പറഞ്ഞിരിക്കുന്നത് അറബ് ലീഗുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു അറബ് രാജ്യങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അവർ ഈ ഒരു ജനങ്ങൾക്ക് നല്ലതുണ്ടാകുന്ന രീതിയിൽ അവർ എന്റെ പ്ലാനിനോട് ഒത്തു നിന്ന് അതിനോടൊപ്പം ഞാൻ പ്രപ്പോസ് ചെയ്ത പ്ലാനിനോടൊപ്പം നിന്ന് ഈ ഒരു ജനങ്ങളെ നല്ല രീതിയിൽ ജീവിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരെ മറിച്ച് അവർ ചിന്തിക്കുന്നത് വേറെ രീതിയിലാണ്. എന്നാൽ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് വലിച്ചു നീക്കി അങ്ങ് ഇഴച്ചു കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നില്ല. പക്ഷേ ഗാസയിൽ ഹമാസിനെ റാഡിക്കേറ്റ് ചെയ്യും. ഹമാസ് അവിടെ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ ശക്തമായ നിലപാട് തന്നെയാണ്. അതിലുപരിയായിട്ട് അതിനെ ഒരു ഫ്രീ ലാൻഡായിട്ട് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നത് അതേപോലെ ഒരു ജീവിത ശൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബ്സ് ഒരു ബദൽ പ്ലാനുമായിട്ടൊക്കെ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അവർ വരട്ടെ. കാരണം മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആൾക്കാർ മിഡിൽ ഈസ്റ്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഫർദർ ഡെവലപ്മെന്റ് എങ്ങനെയാണ് പോകുന്നത്, ഫർദർ ഈ ഡിസ്കഷനും ഫർദർ ഡെവലപ്മെന്റ്സും പ്ലാനും എങ്ങനെയാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള ഒരു രീതിയിലായിരിക്കും തീരുമാനിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഗാസയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞ എയ്ഡ്, ഗാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അത് റെഡ് ക്രോസിന് ഒരു സർട്ടൻ എമൗണ്ട്, അതേപോലെ ഈ ഒരു ഗാസയ്ക്ക് ഒരു സർട്ടൻ എമൗണ്ട്, അതായത് ഫുഡ് അല്ലാതെ, അതായത് ഭക്ഷ്യവസ്തുക്കൾ അല്ലാതെ ഇതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആ രൂപത്തിലാണ് ഈ ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 78 മില്യൺ ആ ഗാസയ്ക്കുള്ള ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആയിട്ടും അതേപോലെ 56 മില്യൺ ഫോർ റെഡ് ക്രോസ്. ഈ റെഡ് ക്രോസിന്റെ വർക്ക്, ഈ റെഡ് ക്രോസിലല്ലേ ഈ റെഡ് ക്രോസിന്റെ ആൾക്കാരല്ലേ ഈ ഒരു ബന്ദികളെ മേടിക്കുന്നതും ആ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് വരുന്നതും, ഇതുമായി അവർക്കും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന് വേണ്ടി തന്നെയാണ് ഈ ഒരു ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഏതാണ്ട് 5.8 ബില്യൺ അലോക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്യാൻസൽ ആക്കിക്കൊണ്ടാണ് ഈ ഒരു ചെറിയ മില്യണിലോട്ട് മാറ്റിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ 3 വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുകയുണ്ടായി. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് 2 വാഹനങ്ങളിലും ഇതേപോലെ ഈ ഒരു പൊട്ടിത്തെറിക്കാനുള്ള സബ്സ്റ്റൻസ് ഒളിപ്പിച്ചു വെച്ചിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാര്യം വേറെ ഒന്നുമില്ല, അവിടെ നല്ല രീതിയിലുള്ള തീവ്രവാദ ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പദ്ധതികളും തീവ്രവാദികൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ പിടിച്ചു വെച്ചിട്ട് തുറന്നുവിട്ട ആൾക്കാരെല്ലാം ഇതേപോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതിൽ അഗ്രഗണ്യമാരായിട്ടുള്ള ആൾക്കാരാണ് പിടിച്ചു പൂട്ടി വെച്ചിരുന്നത്. അവന്മാരെ തുറന്നുവിട്ട പാടെ വീണ്ടും ഇതേപോലെ ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. നിരന്തരം ഇസ്രായേലിന്റെ ഉള്ളിൽ ഇതേപോലെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നെതന്യാഹു എന്ന് പറഞ്ഞിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്ത് ആക്രമണം ശക്തമാക്കുക, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഫുൾ ആൻഡ് ഫുൾ സിറ്റി, എൻറ്റയർ സിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വിജിലന്റ് ആയിട്ട് അരിച്ചു വിറക്കി ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അതുപോലെ തന്നെ ഈ ഒരു വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നടത്തണം എന്ന് പറഞ്ഞത് കേട്ടുകൊണ്ട് ഹമാസ് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞത് ഞങ്ങളല്ല ഈ ഒരു ബസ്സിൽ ബോംബ് വെച്ചത്, അതുകൊണ്ട് ഞങ്ങളെ ടാർഗറ്റ് ചെയ്യല്ലേ എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആര് ചെയ്താലും ഇത് ഹമാസ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റേ PJI ഇസ്ലാമിക് ജിഹാദിസ്റ്റ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് അവരായിരിക്കും. പക്ഷെ അവർ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അവർ മുജാഹിദ്, ഇവർ അതല്ല, അത്രേ ഉള്ളൂ. ഈ മുജാഹിദാണ് ഈ ഒരു പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പ്. അപ്പൊ ഇവർ തമ്മിൽ ഒത്തുചേരാത്ത കൊണ്ടാണ് ഈ ഒരു 2 പേർക്കുള്ള ആശയക്കുഴപ്പം കൊണ്ടാണ് അവർ വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്, ഇവർ വേറൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ 2 പേർക്കും ഒരു എയിം ഉണ്ട്, അത് ജൂവിനെതിരെയാണ്. അപ്പൊ അതുകൊണ്ട് ആ കോമൺ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ യഹൂദിനെതിരാണ്. പക്ഷെ അവർ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം മറ്റവർ മുജാഹിദാണ്, ഇവർ മുജാഹിദല്ല. അപ്പൊ ആ രീതിയിലുള്ള വ്യത്യാസമാണ് ഇവർ 2 പേരും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ PJI എന്നുള്ള പേരിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതും ഇവർ ഹമാസ് എന്നുള്ള പേരിട്ട് ഇവർ ഹമാസ് എന്ന് സെപ്പറേറ്റ് നിൽക്കുന്നതും. ഇതാണ് അതിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ അതുകൊണ്ടാണ് 2 ഗ്രൂപ്പായിട്ട് 2 തീവ്രവാദ സംഘടനകളായിട്ട് പിരിഞ്ഞ് ഒരു കാര്യങ്ങൾ നടത്തുന്നത്. പക്ഷെ 2 പേരുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് ജൂ ആണ്. അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ ന്യൂക്ലിയർ സ്പോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അത് മുൻകൂട്ടിയെ അറിഞ്ഞ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ എന്ത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്, ഇറാൻ ശരിക്കും ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഓൾറെഡി തന്നെ 2 വട്ടം അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഏത് അറ്റാക്ക്, എവിടത്തെ അറ്റാക്ക്? ഈ ഒരു മിസൈൽ വിട്ട് കളിച്ചതാണോ? ഇസ്രായേൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും ഇറാൻ ഇതേപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നസറുള്ള, അതുപോലെ തന്നെ സഫിയുദ്ദീൻ എന്ന് പറഞ്ഞ 2 പേരെയും കൊലപ്പെടുത്തിയായിരുന്നല്ലോ ഇസ്രായേൽ. കഴിഞ്ഞ സെപ്റ്റംബർ മാസമാണ് ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബിട്ടാണ് 2 പേരെയും തീർത്തത്. അപ്പൊ അവരുടെ ശരീരം, അതിന്റെ ഫ്യൂണറൽ സെറമണി ഇന്നാണ്. ഒരുപാട് ആൾക്കാർ, അവർക്ക് വേണ്ടപ്പെട്ട ഇറാനിൽ ഉൾപ്പെടെ അതേപോലെ പല രാജ്യങ്ങളിലുമുള്ള ആൾക്കാർ ലെബനാൻ ബെയ്റൂത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ആ 2 പേരുടെയും, നസറുള്ളയുടെയും സഫിയുദ്ദീന്റെയും 2 പേരുടെയും ഫ്യൂണറൽ സെറമണി ഇന്നാണ് നടന്നത്. ഇറാനിൽ നിന്ന് ഫോറിൻ മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള പല പ്രമുഖരും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ലെബനാനിൽ നിന്ന് അടുത്ത് വരുന്ന വാർത്ത,
ലെബനാൻ പ്രസിഡന്റ് അയോൺ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ആർമി എത്രയും വേഗം പുറത്തു പോകണം, അത് കംപ്ലീറ്റ്ലി പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ ആണെങ്കിൽ ബഫർ സോണും ഈ ഒരു 5 ചെക്ക് പോസ്റ്റും അവിടെ വെച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാം എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ അയൂണിനല്ല ആർക്കും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നോർത്തേൺ ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു 60,000 കുടുംബങ്ങളുണ്ട്. അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു 5 പോസ്റ്റിൽ നിൽക്കും എന്നുള്ളൊരു ഉറപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് സിറിയയുടെ ബോർഡറിൽ, സിറിയ ലെബനാൻ ബോർഡറിൽ ഇസ്രായേൽ ഇന്നൊരു ആക്രമണം നടത്തി. ശരിക്കും പറഞ്ഞാൽ അവിടെ ആയുധം കൈമാറുന്നു എന്നുള്ള ഒരു വിവരം കിട്ടിയതിനെ തുടർന്നാണ് ഒരു ആക്രമണം നടത്തിയതായിട്ട് പറയുന്നത്. ഇറാന്റെ ഉള്ളിലെ ജയ്ഷ് അൽ ദോൾ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ സംഘടന, ഈ ഒരു സംഘടന ഇറാന്റെ ഉള്ളിൽ ഒരു തീവ്രവാദ ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഇറാന്റെ ഉള്ളിൽ തന്നെ പല പല തീവ്രവാദ സംഘടനകൾ ഇവരുടെ ഈ ഒരു ഇസ്ലാമിക് റെജീം അഥവാ ഈ ഒരു ഷിയ ഭരണകൂടത്തിന്റെ ഈ ഒരു ബ്രൂട്ടാലിറ്റി സഹിക്കാൻ വയ്യാത്ത കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അവരൊക്കെ റിബൽസ് ആണ്. അവരൊക്കെ ഇവർ തീവ്രവാദി എന്ന് തന്നെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഇവരെല്ലാം തീവ്രവാദ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം ഇവരുടെ തീരുമാനങ്ങളും ഇവരുടെ ആക്ട് എല്ലാം തന്നെ ആ രീതിയിലുള്ള ഗൊറില്ല യുദ്ധമുറകളും അതേപോലത്തെ ഒരു ഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നതിനെ തുടർന്ന് അവരാണ് ഈ ഒരു ഗ്രൂപ്പാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ജയ്ഷ് അൽ ദുൽ എന്നാണ് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര്. പുതിയ തീവ്രവാദ പേരുകളാണ് ഇപ്പൊ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഒന്ന് ചകഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള പുതിയ പേരുകളുള്ള തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആക്രമണം നടത്തിയത് ചബഹാർ പോർട്ട് ആ ഭാഗത്താണ് കേട്ടോ. ചബഹാർ എന്ന് പറഞ്ഞ ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രൊവിൻസിലാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഇത് ആരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ജീവൻ എടുക്കാനുള്ള ഒരു ആക്രമണമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണെന്നാണ് ആ ഒരു ഗ്രൂപ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ ഈ ഒരു പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പിൽപ്പെട്ട ആ ലീഡറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് പ്ലാൻ പദ്ധതി എന്ന് അറിയത്തില്ല. കാരണം ഈ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്, ഈ ഒരു PJI എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിലാണ്. വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഓപ്പറേഷൻ ഇസ്രായേൽ IDF നടത്തുന്നുണ്ട്. അപ്പൊ അതിനെ ചൊല്ലി ഫർദർ ഡിസ്കഷൻസും എന്താണ് ഇവർ ആക്ഷൻ പ്ലാൻ എന്നുള്ളതൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇവർ തമ്മിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്ത. അതുപോലെ തന്നെ പാകിസ്ഥാന് നല്ല രീതിയിലുള്ള പ്രഷറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഇന്ത്യ ഒരു സൈഡിൽ നിന്ന് പൂഞ്ച് മേഖലയിൽ നിന്ന് ഇന്ത്യ നല്ല രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എപ്പോഴും പണ്ട് നമ്മൾ പാകിസ്ഥാൻ ആക്രമണം നടത്തുമ്പോഴത്തേക്കും നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യും. എങ്ങനെയാണ് റിറ്റാലിയേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ പാകിസ്ഥാൻ ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഷെല്ലാക്രമണം ചെയ്യുന്ന വെച്ചോ, നമ്മൾ അതേപോലെ അതേ കാറ്റഗറിയിൽപ്പെട്ട ആ രീതിയിലുള്ള വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ 30 മിനിറ്റ്സ് കൗണ്ടർ ഫയർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്തവണ ചെയ്തത് അതല്ല. ഇത്തവണ അവർ ഒരു പ്രൊവോക്കേഷൻ ഇല്ലാതെ ചെയ്തത് കൊണ്ട് തന്നെ താറുമാറായിട്ട് തലങ്ങ് മലങ്ങുമാണ് ചെയ്തത്. അവർ ഉദ്ദേശിച്ച രീതിയിലല്ല നമ്മൾ അവരോട് പെരുമാറിയത്. അതുകൊണ്ട് തന്നെയാണ് അവരൊരു പീസ് ടോക്കിന്, അതിനുവേണ്ടി തന്നെയാണ് അവർ നെഗോസിയേഷൻ ടോക്കിന് അവർ വന്നത്. നമ്മൾ വെൽക്കം ചെയ്തു. ഏതാണ്ട് 1.5 മണിക്കൂറോളം അവരുമായിട്ട് ചർച്ച നടത്തി. ഇനി മേലാൽ ഈ പരിപാടി കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം നമ്മൾ ആക്രമണം ചെയ്ത അതേസമയം പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാൻ സൈഡിൽ നിന്നും ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടായി. ഇത് ഒരേ സമയം പല മേഖലകളിൽ നിന്നും, അതായത് 3 സൈഡിൽ നിന്ന് ആക്രമണം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ TTP എന്ന് പറഞ്ഞ ഉള്ളിൽ ഓൾറെഡി തന്നെ ഈ ഒരു പാകിസ്ഥാൻ ആർമിയെ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ചു കീറാൻ വേണ്ടി നടക്കുന്ന ഒരു ടീം ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് TTP, തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്നത്. അപ്പൊ പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബലൂചിസ്ഥാൻ മേഖലയിൽ തന്നെ ഞങ്ങൾക്ക് സ്വതന്ത്ര രാഷ്ട്രം വേണം, അത് ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിൽ ബലൂചിസ്ഥാന്റെ സൈഡിൽ നിന്ന് പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഇത് പ്രഖ്യാപനം വന്നത് വേറെ ഒന്നുമല്ല, ഇതിൽ വേൾഡിൽ പല സ്ഥലത്തുമുള്ള ആൾക്കാർ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്. അമേരിക്ക ഇതിനകത്ത് ഇപ്പൊ സൈലന്റ് ആണ്. കാര്യം ഏതൊരു സാഹചര്യത്തിലും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴത്തേക്കും അതിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഒരു ഡിസിഷൻ വളരെ വലുതായിരുന്നു. പക്ഷെ അമേരിക്ക ഇത്തവണ സൈലൻസ് ആണ് കീപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഇതിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളൊക്കെ കുറച്ചുകൂടെ ശക്തമായിട്ട് ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കണ്ടുവരുന്നത്. ഇതിലിപ്പോ എന്താണെന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു വരണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കാര്യം വേറെ ഒന്നുമില്ല, ഈ ബലൂചിസ്ഥാൻ ഈ ഒരു അവസരം മുതലാക്കി സെപ്പറേറ്റ് ആയി പോകുമോ എന്നുള്ള ഒരു പേടി അവർക്കുണ്ട്. അപ്പൊ ബലൂചിസ്ഥാൻ മേഖലയിൽ 2 ദിവസത്തിന് മുമ്പ് ഈ പഞ്ചാബികൾ യാത്ര ചെയ്തിരുന്ന ഒരു ബസ്, ആ ബസ്സിനെ ഈ ബലൂചിസ്ഥാനികൾ തടഞ്ഞു നിർത്തി. ആ ബസ്സിലുള്ള പഞ്ചാബികളെയൊക്കെ പുറത്തിറക്കി നിർത്തി ഗൺ പോയിന്റിൽ വെച്ചിട്ട് നെറ്റിയിൽ വെച്ചിട്ട് അടിച്ചു തള്ളി കൊലപാതകം ചെയ്ത് കളഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള തീവ്രവാദ ആക്രമണം ബലൂചിസ്ഥാൻ ആർമിയുടെ സൈഡിൽ നിന്നും പാകിസ്ഥാന്റെ PLA എന്ന് പറഞ്ഞ ബലൂചിസ്ഥാന്റെ ഒരു ആർമിയുടെ സൈഡിൽ നിന്നും നേരിടേണ്ടി വരുന്നു പാകിസ്ഥാനികളായിട്ടുള്ള സ്പെഷ്യലി പഞ്ചാബികൾക്ക്. ഈ പഞ്ചാബ് മുസ്ലിംസുമായിട്ട് ഈ ഒരു ബലൂചിസ്ഥാൻ ആർമിക്ക് തീരാത്ത കലിപ്പാണ്. ആ രീതിയിലാണ് അവർ പെരുമാറുന്നത് ഇവരോട്. അതുപോലെ തന്നെ 8 ആർമി ഉദ്യോഗസ്ഥരെ വധിച്ചിട്ടുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഇതും ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിലുള്ള അവസ്ഥ അതിഭയാനകമാണ്. പാകിസ്ഥാൻ ശരിക്കും ചിതറി ചിന്നാഭിന്നമായി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്. ഇത് ആർമി എങ്ങനെ ടാക്കിൾ ചെയ്യും, ഇത് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ മറികടന്ന് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്.
അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശിനും ഇതേപോലെ ബംഗ്ലാദേശുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. BSF-ഉം നമ്മുടെ BSF-ഉം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തൊരു വാണിംഗ്, ഒരു താക്കീത് കൃത്യമായിട്ട് ബംഗ്ലാദേശിനും കൂടെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സമഗ്രമായ വാർത്താവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.